ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ അംബുഡൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഇപ്പം ഞാനിരിക്കുന്ന പ്ലേസ് അങ്കണവാടീൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. അപ്പം അമ്പുടൂനെ ഇന്ന് അങ്കണവാടിയിലാക്കിയിട്ടുണ്ട്. അവന് അങ്കണവാടി സ്റ്റാർട്ട് ചെയ്തിട്ട് ആകെ 2 ദിവസമേ പോയിട്ടുള്ളൂ. അവന് നല്ലൊരു പനിയൊക്കെ പനിച്ചു. അത് കഴിഞ്ഞിട്ട് വീട്ടിലെല്ലാവർക്കും പനിച്ചു. അപ്പം അത് കാരണം അവന് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ശേഷം ഇപ്പോഴാണ് അവന് അംഗനവാടിക്ക് വരുന്നത്. അംഗനവാടിയിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. കരയുണ്ടോ എന്താണ് അവസ്ഥ ഒന്നും അറിയില്ല. ടീച്ചർ എൻ്റെ അടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചറുടെ അടുത്ത്. അപ്പം ടീച്ചർ ഓക്കെ എന്ന് പറഞ്ഞു. അറിയില്ലല്ലോ കരയോ എന്നറിയില്ല. ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂറോളം ഉണ്ട് വീട്ടിലേക്ക്. അപ്പം പെട്ടെന്ന് കരയുണ്ട് എന്ന് പറഞ്ഞാൽ പോയി വരേണ്ട ഒരു ഇതല്ല. എന്നാൽ നല്ല ദൂരമുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വീട്ടിൽ നിന്ന് അംഗനവാടിയിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോൾ അംഗനവാടീൻ്റെ തൊട്ടടുത്തൊരു റബ്ബർ തോട്ടമാണ്. അപ്പം അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ കുറച്ച് മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കണ്ടിട്ടാണ് തോന്നുന്നു. ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു, വീട്ടിലേക്ക് പോയിക്കോ, അവൻ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഓക്കെയാണ്. കാരണം അവർ കണ്ടിന്യൂസ് ആയിട്ട് വന്നും അവർ ആ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം അവർ കരയാത്തതുകൊണ്ടാണോ എന്നറിയില്ല, അവൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. എന്നോട് വീട്ടിലേക്ക് പോകാനും പറഞ്ഞു. പക്ഷെ മനസ്സ് സമ്മതിക്കണില്ല. ഞാൻ ഇവിടെ തന്നെ ഇരുന്നു. വീട്ടിലേക്ക് ഞാൻ വിളിച്ചു, ചേച്ചീൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു അവിടെ ഇരുന്ന് ചിലപ്പം എന്താ അറിയില്ല, ഇപ്പം ചിലപ്പം വന്ന ഒരു ഇതായിരിക്കും. അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പം ഇനിയിപ്പോൾ ടീച്ചർ എപ്പോഴാണ് വിളിക്കുകയെന്നറിയില്ല. അവന് ഇന്നെന്തായാലും ഇങ്ങനെ പോട്ടെ. എത്ര നേരം ഈ ഇരുത്തം ഞാൻ ഇവിടെ ഇരിക്കേണ്ടി വരുമെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം ടീച്ചർ വിളിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എപ്പോഴാണ് വിളിക്കുകയെന്നൊന്നും അറിയില്ല. ടീച്ചർ ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ വീട്ടിലെത്തി എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. ഞാൻ പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇത്രയും നേരം ഇവിടെ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി ഇവിടെ അംഗനവാടിയിൽ ഹെൽപ്പറായിട്ട് ഉണ്ടായിരുന്നു. അവന് പ്രവേശനോത്സവത്തിനൊക്കെ വന്ന സമയത്ത് ആ ചേച്ചിയായിരുന്നു. അപ്പം എന്നോട് അങ്ങനെ കണ്ടപ്പോൾ എന്താണെന്നൊക്കെ ചോദിച്ചു. ഞാൻ ചേച്ചീൻ്റെ അടുത്ത് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നിട്ടൊരു സമാധാനമല്ല. അപ്പോൾ വീണ്ടും ഞാൻ ഈ റബ്ബർ തോട്ടത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ എന്തായാലും ടീച്ചർ വിളിക്കട്ടെ. ടീച്ചർ വിളിച്ചിട്ട് എന്താ അറിയില്ല, ചിലപ്പം കരയണമെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും അവൻ വരട്ടെ. അവൻ വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അവന് പറയുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഗൈസ്, പറഞ്ഞ പോലെ നല്ല കരച്ചിലാണ്. എനിക്ക് സൗണ്ട് കേട്ടു, ഞാൻ കരയുന്ന സൗണ്ട് കേട്ടു. അപ്പോൾ ഞാൻ ടീച്ചർക്ക് വിളിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു കരയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാനുള്ള ദൂരമല്ല, അമ്മ എവിടെ ചോദിച്ചിട്ട് കരയുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും കൊണ്ടുവരട്ടെ. ഇത്രയൊക്കെ തന്നെ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. ഇത്രയും സമയം നിന്നല്ലോ, അത് തന്നെ. കരയാണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു അംഗനവാടി അമ്പു? സൂപ്പറാ? ടീച്ചറോ? കരഞ്ഞോ? കരഞ്ഞോ അമ്പു? കരഞ്ഞോ? എന്തിന്? എന്ത് ടീച്ചർ പറഞ്ഞേ? ടീച്ചർ എന്താ പറഞ്ഞേ? പേര് നോക്കട്ടെന്നോ? എന്നിട്ട് അമ്മ എവിടെ നോക്കട്ടെ ബാത്റൂമിലാണ് പറഞ്ഞോ? എന്നിട്ട് അമ്പു കരഞ്ഞ? എന്തിനാ കരഞ്ഞേ? അമ്പു വരാനോ? ഇനി എന്താ നമ്മള് ചെയ്യാ? ഇനി എങ്ങോട്ടാ പോണേ? ബലൂൺ വാങ്ങാനോ? ഓക്കെ. ഇനി നാളെ വരുമോ അംഗനവാടിക്ക്? നാളെ വരുമോ? ഓക്കെ. ഇങ്ങോട്ട് നോക്ക്, ഫോണിക്ക് നോക്ക്. അമ്മല്ലേ ഇത്രയും നേരം ഇവിടെ ഇരുന്നു അമ്പുവിനെ കാത്തിട്ട്. ഇവിടെ ഇരുന്നു, ഈ മരത്തില് ഇവിടെ ഇരുന്നു. അമ്പു എന്താ വരാത്തേ നോക്കിയിട്ട്. അമ്മ കരഞ്ഞു അമ്പുവിനെ കാണായിട്ട്. ആ മരത്തും വരുന്നു. ചളിയൊക്കെയാണ്. അമ്മ അവിടെ ഇരുന്നു.
പിന്നെ ഇവിടെ ഇരുന്നു. അമ്പു എവിടെ ചോദിച്ചു അമ്മ. അമ്പു ഓടി വരുമോ? ചാടി ഓടി വരുമോ? ഓക്കെ. എന്താ ഉണ്ട്? ബലൂണ്, പിന്നെ പിന്നെ കാറോ? കാറൊന്നുമില്ല. കുപ്പിമ്പും ബലൂണും മിഠായി. ഓക്കെ, നടക്ക്, ഫ്രണ്ടിൽ നടക്ക്. എന്ത്? അതല്ല, അമ്പു കരഞ്ഞപ്പോ ടീച്ചർ എന്താ പറഞ്ഞേ? വിളിക്കൂല പറഞ്ഞോ? ടീച്ചർ തെറ്റി പറഞ്ഞോ? അയ്യോ, പിന്നെന്താ പറഞ്ഞേ? ഇങ്ങോട്ട് വാ. അയ്യോ കൊഴിഞ്ഞാട്, ഇങ്ങോട്ട് വാ. എന്നിട്ട് പിന്നെന്താ പറഞ്ഞേ? വിളിക്കൂല പറഞ്ഞോ? അയ്യോ, എന്തിനാണ് അതിലൊക്കെ ചവിട്ടണേ? ഞാൻ പോവട്ടെ എന്നാ, ഇടന്നാട്ടോ. ദേശുവാ, ടീച്ചർ പറഞ്ഞില്ലേ എന്താണ് നീ ജയ് വിളിച്ചു പോണെന്നൊക്കെ പറഞ്ഞില്ലേ? ഇപ്പൊ പോണ്ടേ നമുക്ക്? ജയ് വിളിച്ചു പോവണ്ടേ കുട്ടികളൊപ്പം? അവിടെ കുറേ കുട്ടികളില്ലേ? അവർക്കൊന്നും കുഴപ്പമില്ലല്ലോ അമ്പുവോ? അവർക്ക് കളിക്കണ്ടല്ലോ അവിടെ. അമ്പുവിന് എന്താ പ്രശ്നം? പറയേ. എന്താ ഒന്നുമില്ലാന്ന്? ഒന്നുമില്ലായിട്ടാ കരഞ്ഞത് ആണോ?